ഞാൻ ആക്ച്വലി വഴിതെറ്റി വന്ന ആളാണ്. എനിക്ക് ജനറൽ സർജറി ചെയ്യുന്ന സമയത്ത് ഇങ്ങനൊരു ബോർഡ് വെച്ച് റൂം ഉണ്ടെന്ന് അറിയാം. പിന്നെ പ്രകാശ് സാറ് മാത്രമേ വല്ലപ്പോഴും വഴി കണ്ട് ചിരിക്കുന്ന ഒരാളുണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും വളരെ ഗൗരവത്തിൽ നടന്നു പോകുന്ന കുറച്ച് ആൾക്കാർ അങ്ങനെ എനിക്ക് അറിയാണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ ആക്ച്വലി ജനറൽ സർജറി PSC എഴുതാൻ പോകുമ്പോഴാണ് സർജിക്കൽ ഗ്യാസ്ട്രോയുടെ ഇങ്ങനെ ഒരു ആക്ച്വലി സർജിക്കൽ ഗ്യാസ്ട്രോയുടെ PSC എഴുതാൻ പോകുമ്പോഴാണ് ജനറൽ സർജറിയുടെ PSC ഞാൻ മിസ്സായിന്നറിഞ്ഞത്. അന്ന് ഞാൻ ആ പരീക്ഷ പേരതായിട്ട് വെച്ചിട്ട് നേരെ PSC ഓഫീസിൽ പോയി. എനിക്ക് എങ്ങനെയെങ്കിലും ജനറൽ സർജറി എഴുതണമെന്ന് പറഞ്ഞു. പക്ഷേ ദൈവനിശ്ചയം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇവിടെ വന്നത്. എന്താണെന്ന് എനിക്ക് അറിയാതെയാണ് ഞാൻ വന്നത്. പക്ഷേ എന്താ പറയാ, അതൊരു നിയോഗം എന്നേ പറയാൻ പറ്റുള്ളൂ. ഞാൻ വന്നപ്പം ശരിക്കും ഒരു MBBS കഴിഞ്ഞ ആളാണ്. ഒരു ജൂനിയർ റെസിഡന്റ് എങ്ങനെ വർക്ക് ചെയ്യുന്നു അതുപോലെയായിരുന്നു ഒരു 4 വർഷം. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ MS പോകുന്നത്. അപ്പോൾ ആ 4 വർഷവും ശരിക്കും പറഞ്ഞാൽ കുരുവൽ സാറിൻ്റെ കൂടെ ശിവലാൽ സാറിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്തിരുന്നു. കുരുവൽ സാറിൻ്റെ യൂണിറ്റിൽ സാറിൻ്റെ ഏക അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഇത് എന്താണെന്ന് കാണുന്നത്. ശരി, അന്ന് എന്താണോ ഞാൻ പഠിച്ചത് അതാണ് ഇപ്പോഴും എന്നെ ചില ക്രൈസിസുകളിലെ ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ ഞാൻ MS കഴിഞ്ഞ് വന്നിട്ട് രമേശ് രാജൻ സാറിൻ്റെ കൂടെയാണ് MCHൻ്റെ ഫുൾ ടൈം. സാറാണ് ശരിക്കും എന്നെ മോഹിച്ചിരിക്കുന്നത്. ഞാൻ ഇന്ന് എന്താണോ അതിലേക്ക് എത്തിച്ചത് രമേശ് രാജൻ സാറാണ്. അപ്പോൾ എന്താ പറയുക, MCH കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊരു ആഗ്രഹം വരുമല്ലോ. അങ്ങനെ ഒരു 1-2 സ്റ്റെപ്പ് വെച്ചിട്ടാണെന്ന് തോന്നുന്നു നമ്മളിങ്ങനെ ഒരു എന്നും കേൾക്കുമായിരുന്നു നിങ്ങളുടെ ആദ്യത്തെ ട്രാൻസ്പ്ലാന്റ് ഫെയിലായി ആ ഒരു കഥ. അത് കേട്ട് മടുത്തിട്ടാണ് ഞാൻ ഷബീറോടെ ഒരു സാറിന് ഞാൻ കുറച്ചാൾ അവിടെ വരട്ടെ അങ്ങനെ വന്ന് ആക്ച്വലി ഷബീറിന്റെ ടീമിന്റെ കൂടെ നിന്നിട്ടാണ് ഇത് എന്താണെന്ന് മനസ്സിലാക്കുന്നത്. ഞാൻ അതിന്റെ ട്രെയിനിങ് എന്ന് പറയാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ജസ്റ്റ് ഒബ്സർവിങ് ആൻഡ് ഞാൻ എൻ്റെ മനസ്സിൽ എപ്പോഴും അതായിരുന്നു, ഇത് എന്തുകൊണ്ട് നമുക്ക് മെഡിക്കൽ കോളേജ് ചെയ്തുകൂടാന്നുള്ള ഓരോ സ്റ്റെപ്പിലും ഒരു ഡയറി വെച്ചിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടാ പോയത് ഒരു 1 ഇയർ ഞാൻ കൂടെ ഉണ്ടാവുന്നു. അത് തിരിച്ചു വന്നിട്ട് അവരുടെ തന്നെ ഹെൽപ്പോടുകൂടി നമുക്കത് റീസ്റ്റാർട്ട് ചെയ്യാൻ പറ്റി. അതിനും ഡിപ്പാർട്ട്മെന്റ് തന്ന ഒരു ശരിക്കും എന്താന്ന് എന്നെ 4 പേര് അറിയുന്നുണ്ടെങ്കിൽ ഈ ഡിപ്പാർട്ട്മെന്റ് കൊണ്ട് മാത്രമേ.